ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ അനുഗ്രഹീതമായ ആത്മീയ യാത്രയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പുതിയ പ്രഭാതത്തിനായി നമ്മുടെ സ്വർഗീയ പിതാവിന് നമുക്ക് നന്ദി പറയാം. രാത്രിയുടെ ഇരുട്ടിൽ നമ്മെ കാത്തു പരിപാലിക്കുകയും പുതിയ പ്രത്യാശയോടെയും കൃപയോടെയും ഈ ദിനത്തിലേക്ക് നമ്മെ നയിച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും ആശങ്കകളും കർത്താവിൻ്റെ പാദത്തിങ്കൽ സമർപ്പിച്ച് അവിടുത്തെ വിശുദ്ധ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹം നിറഞ്ഞവനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടെ കടന്നു വരുന്നു. ഇന്നു ഞങ്ങൾ കേൾക്കുന്ന തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്ന് അങ്ങയുടെ കൃപയും സത്യവും സ്വീകരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ ജീവിക്കുവാനും വിശുദ്ധിയും അനുസരണവും നിറഞ്ഞ ജീവിതം നയിക്കുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന തിരുവചന ധ്യാനം, അനുദിന തിരുവചന വായന പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 9 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ്. തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കണം. തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽചുറ്റിപ്പടികളും വെള്ളി കൊണ്ടുമായിരിക്കണം. അങ്ങനെ തന്നെ വടക്കേ ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിൻ്റെ 20 തൂണും അതിൻ്റെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽചുറ്റിപ്പടികളും വെള്ളി കൊണ്ടുമായിരിക്കണം. പടിഞ്ഞാറേ ഭാഗത്തേക്ക് പ്രാകാരത്തിൻ്റെ വീതിക്ക് 50 മുഴം നീളത്തിൽ മറശ്ശീലയും അതിന് 10 തൂണും അവയ്ക്ക് 10 ചുവടും വേണം. കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിൻ്റെ വീതി 50 മുഴമായിരിക്കണം. ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. മറ്റേ ഭാഗത്തേക്കും 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. എന്നാൽ പ്രാകാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. പ്രാകാരത്തിൻ്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ടും മേൽചുറ്റിപ്പടി വേണം. അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും അവയുടെ ചുവട് താമ്രം കൊണ്ടുമായിരിക്കണം. പ്രാകാരത്തിന് 400 മുഴം നീളവും എല്ലായിടവും 50 മുഴം വീതിയും 5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടും ചുവട് താമ്രം കൊണ്ടുമായിരിക്കണം. തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിൻ്റെ എല്ലാ കുറ്റികളും പ്രാകാരത്തിൻ്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ടായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നാം ഈ കേട്ട വചനഭാഗം സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൻ്റെയും അതിൻ്റെ വേലികളെയും കവാടത്തെയും കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം മോശയോട് ഓരോ അളവും ഓരോ വസ്തുവും വളരെ വളരെ വ്യക്തമായി ഇവിടെ നിർദ്ദേശിക്കുന്നതായി നാം കാണുന്നു. ഇത് ദൈവം ക്രമത്തിൻ്റെയും വിശുദ്ധിയുടെയും ദൈവമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ്. പ്രാകാരത്തിൻ്റെ കവാടം ഒരു പ്രവേശന മാർഗമായിരുന്നു. അത് ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഒരു വഴി ഉണ്ടെന്ന സന്ദേശം നമുക്ക് നൽകുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, ഞാൻ തന്നെയാണ്
വഴിയും സത്യവും ജീവനും എന്നാണ്. ആ സത്യം ഈ പ്രതീകത്തിലൂടെ നമുക്ക് ഓർമ്മിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്നത് നമ്മുടെ കഴിവുകളോ നമ്മുടെ നീതിയോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ വചനഭാഗം നമ്മുടെ ജീവിതത്തിലും ഒരു പ്രധാന സന്ദേശം നൽകുന്നു. നമ്മുടെ ഹൃദയം ദൈവത്തിനുള്ള ഒരു വിശുദ്ധ പ്രാകാരമായി മാറണം. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിലും ക്രമവും വിശുദ്ധിയും ആഗ്രഹിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ജീവിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ അനുഗ്രഹകരമാകും. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, ഇന്നത്തെ ഈ വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സന്നിധിക്ക് യോഗ്യമായ ഒരു വിശുദ്ധ പ്രാകാരമായി മാറ്റണമേ. ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും അങ്ങയുടെ വിശുദ്ധി പ്രതിഫലിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ സന്ദേശം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഓരോ കുടുംബങ്ങളെയും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർക്ക് അവരുടെ ഭയങ്ങളെ നീക്കി അവർക്ക് സമാധാനം നൽകണമേ. രോഗികളായവരെ സൗഖ്യമാക്കണമേ. വഴിതെറ്റി നിൽക്കുന്നവരെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് തിരികെ നയിക്കണമേ. ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സകല പ്രവൃത്തികളും തമ്പുരാനെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.